എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല. അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ആരും ചോദിക്കാനും പറയാനൊന്നും വരില്ല. എന്നിരുന്നാൽ കൂടെ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ചേച്ചിമാർക്കും കസിൻസിനും ഒക്കെ വേണ്ടി ഞാനിത് ഷെയർ ചെയ്യാണ് ഞാൻ എവിടെ പോയി എന്നുള്ളത്. സോ ഇപ്പോൾ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ അയാമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു മാസം അവിടെ പോയി കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോൾ ഇവിടെ വേറൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഞാൻ വിചാരിച്ചു അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിക്ക് പോരാനൊക്കെ ഇവിടെ സ്റ്റാൻഡിൽ തന്നെ ഉള്ള അഡോസ എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത്. കാരണം കോളേജ് ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോളേജും മോഡലിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു ബിസി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് യൂട്യൂബിലൊന്ന് പച്ച പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കാതെ പോയത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ എന്തൊക്കെയാ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഒന്ന് വിചാരിച്ചു ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ടൊപ്പം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാന്നുള്ളത്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഹസ്ന എന്ന് പറയും. അവളാണ് എനിക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോൾ ഇവിടെ വന്നാൽ ബെറ്റർ ആവും എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നത്. സോ ഞാൻ വന്ന് നോക്കി. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഉള്ളൂ. അതൊരു വലിയ പണിയാണ്, അത് വേറെ കാര്യം. ഇൻസ്റ്റ ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോറി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എഡിറ്റിങ്ങിലൊരു ഭയങ്കര പ്രോ ആണെന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കാണുന്ന ഈ ഒരു സ്പേസിലാണ് ഈ ഒരു സ്റ്റോർ നിൽക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം, എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന മാനിക്യൂറാണ്. മിക്കവാറും ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഞാനിത് അടിച്ചുകൊണ്ട് പോകും, അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ഷർട്ട് ഇത് ഇവിടുന്ന് എടുത്തിട്ടുള്ളതാണ്. അച്ഛന്മാരുടെ ഷർട്ട് പോലൊക്കെ ഉണ്ട്, കാണാനും വലിയ കുഴപ്പമില്ല അല്ലേ. ജസ്റ്റ് ഒരു ലൂസായിട്ടുള്ള ഫിറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഇവിടുത്തെ മോഡലായി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡ്രസ്സുകളുടെ കളക്ഷൻസ് ഒക്കെ നോക്കാം. കുറേ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ടീഷർട്ടിലാണെന്നുണ്ടെങ്കിലും ഷർട്ടിലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ചുരിദാർ ടോപ്പിലാണെന്നുണ്ടെങ്കിലും ഷറാറയിലാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ അങ്ങനത്തെ ഇതിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ആക്ച്വലി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാനിവിടെ വന്നപ്പം തൊട്ട് നോട്ടിട്ട ഒരു ഡ്രസ്സായിരുന്നു അത്. എൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടാണോ അത് വലിയ കാര്യമല്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഫുള്ള് ഞാൻ അങ്ങനെയാണ്, എല്ലാ സാധനങ്ങളും കണ്ടാണ്ട് ഇതെനിക്ക് വേണം, ഇത് ഞാൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് അല്ല, അതിൻ്റെ ഡിസൈനിലും മാറ്റങ്ങളുണ്ട്. കാരണം ഇതിലിങ്ങനെ ബട്ടൺസ് വരുന്നത്, ഇതിൽ ബട്ടൺസ് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ നെക്ക് കണ്ടോ, ഈ ഹൈ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ഡ്രസ്സ്. അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗം വരെ ഉണ്ട്, പക്ഷേ ഇതിനെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മുടി അയച്ചിട്ടപ്പോൾ ഒരുമാതിരി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് മുടി അയച്ചിട്ടത്. ഞാൻ മുടി മുന്നിൽ ഇങ്ങനെ ആക്കി വെട്ടി, പക്ഷേ അത് മറ്റേ റീൽസിലൊക്കെ ഉള്ള പോലെ ആയി. അപ്പം പിന്നെ ഞാൻ അതവിടെ ഒതുക്കി അടക്കി വെച്ചതാണ്. അപ്പോൾ മുടി വെട്ടണ്ടെന്ന് ഒരുപാട് ഞാൻ വിചാരിച്ചു, ബട്ട് എൻ്റെ കൈ തരിച്ച് എൻ്റെ കഴുപ്പ് അങ്ങോട്ട് മാറി. അപ്പോൾ ഇപ്പോൾ അതാ മുന്നിലിങ്ങനെ ഒരു ഇതുപോലെ നിൽക്കുന്ന സാധനം. അപ്പോൾ ഹെയർ സ്റ്റൈൽ, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ആക്ച്വലി ഞാൻ തടി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കൊരു ഒരു കോലം കിട്ടാത്തത്. എന്നാലും ഞാൻ മാക്സിമം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഞാൻ
എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചാണ്. ഒരു ബെൽറ്റും എനിക്ക് പറ്റില്ല കേട്ടോ. അതായത് ഇപ്പോൾ എല്ലാ ബെൽറ്റിനും ഞാൻ എക്സ്ട്രാ എവിടെ വേറെ ഇപ്പം അതിൻ്റെ ഒരു ഇത് സൈഡിൽ ചെന്നാണ്ട് ഞാൻ തുളട്ട് കൊടുക്കണം, എന്നാലേ എനിക്ക് ബെൽറ്റൊക്കെ ഫിറ്റായി നിൽക്കുള്ളൂ. അല്ലാണ്ട് ഒരു ബെൽറ്റും എനിക്ക് ഫിറ്റായി നിൽക്കൂല. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഇവിടെ ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇവിടെ മൈൻഡൊക്കെ ഉണ്ടാവും. സോ എൻ്റെ മാനിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കണേ. കോൺഫിഡൻസ് ഒന്നും ഇല്ല, എന്നാലും കൂടെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇവിടെ നിന്ന് വീഡിയോ എടുക്കണം. പിന്നെ പുറത്തു കൂടെ കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ നോക്കിയാൽ പിന്നെ അവിടെ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ലൂസാണ്. ഒന്നാമത് എൻ്റെ ഫിറ്റിനനുസരിച്ചുള്ള ഡ്രസ്സല്ല, എനിക്ക് ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. കാരണം തടി ഇല്ലാത്തതുകൊണ്ട് തടി വെക്കാൻ വേണ്ടിയാണ് നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തടി വെക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഒരു എന്താ പറയുക, ആസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു കോംബോ ആണ് ഇത് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ളത്. ഒരു പഴയ ഒരു വിൻറ്റേജ് സ്റ്റൈലുള്ള ഒരു ഡ്രസ്സ്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. മിക്കവാറും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാനിത് അടിച്ചു മാറ്റും. അങ്ങനെ അടിച്ചു മാറ്റിയ ഡ്രസ്സാണ് മറ്റേ ആ ഓറഞ്ച്. ഞാനിതിൻ്റെ മുന്നേ ഞാനിവിടെ ഇട്ട് നിൽക്കുന്ന ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് മേടിച്ച ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ. ഇനി നമുക്ക് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. തമന്ന വന്നപ്പോൾ ഒരു ഇതെന്താ മുറുക്ക് കൊടുന്നു നിന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ നിൽക്കുകയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എന്താ കാണാത്തതെന്നുള്ളതിൻ്റെ റീസണാണ്. ആക്ച്വലി ചോദിക്കാനും പറയാനാരില്ലല്ലോ, എന്നാലും ഞാൻ പറയുക. നല്ല സങ്കടമുണ്ട്, എന്നാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ. ബൈ. വേറൊരു വീഡിയോൻ്റെ വീണ്ടും കാണാം. അപ്പോൾ മോഡലിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ കുറേ ഇടുന്നുണ്ട്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ വീണ്ടും ഞാൻ ടാറ്റ ബൈ ബൈ, സീ യു.